മുബഷീർ കൂടിയുണ്ട്. ഞാൻ മുബഷീറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. മുൾവേലികളുണ്ട്. ആ മുൾവേലികളൊക്കെ മറികടന്ന് ഈ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെ ചെന്താമരയ്ക്ക് എങ്ങനെ പോകാൻ കഴിയും മുബഷീർ? അരുൺകുമാർ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 58 വയസ്സുകാരൻ ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്നൊരു ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ചെന്താമരയുടെ ഇളയ സഹോദരിയുടെ വീട് ഈ മട്ടായി നഗർ ഭാഗത്ത് സമീപത്താണുള്ളത്. അങ്ങോട്ടേക്ക് തന്നെയാകാം ചെന്താമര വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പോത്തുണ്ടി വന മേഖലയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകാനായിരിക്കാം ചെന്താമര ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതിനിടയിലാണ് പോലീസിൻ്റെ കണ്ണിൽപ്പെടുന്നത്. പോലീസ് അയാളെ പിന്തുടരുന്നുണ്ട്. പോലീസ് അയാളെ പിന്തുടരുന്നതോടെ 7 മണിയോടുകൂടിയാണ് ഈ മട്ടായി ഭാഗത്ത് ചെന്താമരയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അയാളുടെ പിന്നാലെ ഓടൂ എന്ന് പോലീസ് കുട്ടികളോട് പറയുന്നത്. ഇത് കേട്ട് കുട്ടികൾ ചെന്താമരയുടെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും 58കാരൻ 30കാരനുണ്ടെങ്കിലും 58 58 വയസ്സുണ്ടെങ്കിലും ചെന്താമര ഈ കുട്ടികളെ ഓടിത്തോൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കയറ്റിറക്കങ്ങളിൽ വളരെ കരുതലോടെ പോലീസിന്റെ സേനാംഗങ്ങളും റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും നാട്ടുകാരും ചെറുപ്പക്കാരും ഈ പ്രദേശത്ത് ഇപ്പോൾ വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഇത് കാടിനോട് ചേർന്നുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. അവിടെ ഒക്കെ ഇയാൾക്ക് പരിചയമാവാം. ഈ കരിമ്പാറ പ്രദേശത്താണ് സഹോദരിയുടെ വീടുള്ളത്, അല്ലേ? തീർച്ചയായും ഈ സമീപ പ്രദേശത്ത് തന്നെയാണ് സഹോദരിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ പോലീസ് ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യം അയാൾക്കുണ്ട്. പക്ഷേ പോലീസിനെയും നാട്ടുകാരെയും ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. അവിടെ എത്തി സഹോദരിയെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പൊത്തുണ്ടിയിലേക്കും തനിക്ക് വരാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഈ കൊലപാതകയ്ക്ക് ഈ പ്രതിക്കുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇത്രയധികം പഴുതടച്ച അന്വേഷണം തെരച്ചിൽ നടത്തുന്നതിനിടയിലും അത്രയധികം രാത്രിയാവാത്ത സമയത്ത് പ്രതി ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അരുൺകുമാർ. എന്തായാലും തെരച്ചിലിൽ ഒരുപക്ഷെ പോലീസിന് മേൽ അത്രയധികം സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആദ്യമായിട്ട് പ്രതി ഈ നാട്ടിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോലീസിനെ കബളിപ്പിച്ചത് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നേരത്തെ ആ കുട്ടികൾ പറഞ്ഞ വിവരങ്ങൾ ക്രോഡീകരിച്ച് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് ഒരാളെ ഓടിച്ചു കൊണ്ടുവരുന്നതാണ് ആ കുട്ടികൾ കാണുന്നത്. പോലീസിനെ സംബന്ധിച്ച് CCTV ദൃശ്യത്തിൽ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. പിന്നീട് അയാളെ പിന്തുടർന്നുകൊണ്ട് പോലീസ് എത്തിയതോടെ പോലീസാണെന്ന് മനസ്സിലാക്കിയ ചെന്താമര ഈ വനത്തിനുള്ളിലേക്ക് ഓടിമറയുന്ന കാഴ്ചയാണ് പോലീസ് കാണുന്നത്. തൊട്ടു പിന്നാലെ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്തുടരുന്നുണ്ട്.